ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സൗദിയിലെ മാധ്യമപ്രവർത്തകൻ, അതിലുപരി മലയാളികൾക്കിടയിലെ സുപരിചിതമായിട്ടുള്ളൊരു നല്ലൊരു മനുഷ്യൻ. സോ വെൽക്കം ടു സൗദി പോഡ്കാസ്റ്റ് സുലൈമാൻ ക. താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് ലൈഫ്? അൽഹംദുലില്ലാ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാണ്. അടിപൊളിയായിട്ട് പോകും. ഒരുപാട് സന്തോഷത്തോടുകൂടി പോവാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയില്ല. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സൗദി പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് വിളിക്കാൻ പറ്റില്ല. അതൊരുപരി റിയലി ഓണേർഡ്. എത്ര വർഷമായി ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട്? സൗദി അറേബ്യയിലെ ജീവിതം, അതായത് പ്രവാസം ആരംഭിച്ചിട്ട് 17 വർഷമായി. ആദ്യത്തെ 2 വർഷം ജിദ്ദയിലായിരുന്നു. ഇപ്പം കഴിഞ്ഞ 15 വർഷമായിട്ട് സൗദി റിയാദിൽ, തലസ്ഥാന നഗരമാണല്ലോ, റിയാദിലുണ്ട്. മാധ്യമ പ്രവർത്തനം ഏതാണ്ട് ഒരു 8-9 വർഷമായിട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന കാലം മുതൽ, കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഒരു പത്രപ്രവർത്തനമാവുക എന്നുള്ളത്. അപ്പോൾ വേണ്ട വിധത്തിൽ അത് പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും എഴുതുമായിരുന്നു. അപ്പം സൗദി അറേബ്യയിൽ വന്നപ്പോൾ എഴുത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. ഇങ്ങോട്ട് ഇതിലേക്ക് അല്ലേ? അപ്പോൾ പഠിച്ചതും വളർന്നതൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു? അതെ, തിരുവനന്തപുരത്ത് തന്നെ. ഫാമിലി ഒക്കെ നാട്ടിലാണോ? അതോ? ഫാമിലി നാട്ടിലാണ്. വൈഫ് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 3 കുട്ടികളുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് ഈ ജേർണലിസത്തിലേക്ക് താല്പര്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിന് ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. പക്ഷേ ഇതൊരു റിയൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ ഏതൊരു പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് മനസ്സിലാവുന്നത്. പുതുതായിട്ട് ഇറങ്ങുന്ന ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു ജോലി. കാരണം വെച്ചാൽ അവർക്ക് ഈ ഒരു സൊസൈറ്റി ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അവരോടൊക്കെ എന്താണ് സുലൈമാൻക്ക് പറയാനുള്ളത്? സത്യത്തിൽ ഇപ്പോൾ എല്ലാ കോഴ്സുകളും ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടത്തിനല്ല കോഴ്സുകൾ ചെയ്യുന്നത്. വീട്ടുകാരുടെ ഇഷ്ടത്തിന്, ഉമ്മയുടെയോ വാപ്പയുടെയോ പാരൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പഠിക്കുകയും ആ കോഴ്സ് പൂർത്തിയായി പുറത്തിറങ്ങുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ വരികയും ചെയ്യുമ്പോഴാണ് പലരും കിറ്റ് ചെയ്ത് പോകുന്നത്. മറിച്ച് ആ ഫീൽഡ് ഔട്ട് മീൻസ് ഫീൽഡിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, അവർക്ക് ഇഷ്ടമല്ല, പഠിച്ച കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ പോകുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഏത് മേഖലയും ഇഷ്ടത്തോടു കൂടി പഠിക്കുമ്പോഴാണ് അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തും ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം, അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല പാരൻസും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടികളിലേക്ക്, ഇപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പം ഒരു പാരൻ്റ് എന്ന നിലയിൽ ഇപ്പോൾ എനിക്കിതാവാൻ പറ്റിയില്ല, അപ്പം അത് എൻ്റെ മകളെ കൊണ്ട് അല്ലെങ്കിൽ മകനെ കൊണ്ടോ ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. അപ്പം അതൊരു ശരിയായിട്ടുള്ള ഒരു ധാരണ ഒരിക്കലുമില്ല. ഇപ്പോൾ എനിക്ക് നല്ല കാലത്ത് ഒരു കുതിരക്കാരനാകണം അല്ലെങ്കിൽ കുതിരയെ ഓടിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എൻ്റെ മകന് കുതിരയുടെ അടുത്ത് പോകാൻ പോലും പേടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എൻ്റെ മകൻ കുതിരക്കാരനാകണം അല്ലെങ്കിൽ ലായത്തിൽ പണിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കൽ എൻ്റെ മണ്ടത്തരങ്ങളിലൊന്നാണ്. അവൻ ഏതാണോ ഇഷ്ടം, ചിലപ്പോൾ അവൻ ആട്ടിൻകുട്ടിയോടൊപ്പം ഓടിക്കളിക്കാനായിരിക്കും, അവൻ അതിനോടൊപ്പം വിടുക. അല്ലാതെ അവനെ കുതിരക്കാരൻ തന്നെ ആക്കണമെന്നൊക്കെയുള്ള വാശി പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുതന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തനത്തിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്ന് പറഞ്ഞു? 17 വർഷമായെന്ന് പറഞ്ഞു. അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തായിരിക്കും? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പത്രത്തിൽ പലരെക്കുറിച്ചും എഴുതേണ്ടി വന്നിട്ടുണ്ട്. പല ആളുകളെക്കുറിച്ചും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള പലരെയും കുറിച്ച് എഴുതേണ്ടി വന്നപ്പോൾ ഒരിക്കലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുലൈമാൻ, പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഒരാളുണ്ട്, അദ്ദേഹത്തെ നമുക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഒരു വെള്ളിയാഴ്ച ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ കാണുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം 45 വർഷമായി സൗദി അറേബ്യയിൽ, പ്രത്യേകിച്ച് റിയാദിൽ വന്നിട്ട് ഇതുവരെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഈ 45 വർഷം കൊണ്ട് സൗദി അറേബ്യയിൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോകാത്തതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ ഒന്നുമല്ലാതെ ആയിപ്പോയി. അത് ഇന്നും, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്നെങ്കിലും ഇന്നും എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എൻ്റെ മരണം വരെ അത് മറക്കാൻ കഴിയില്ല. കാരണം പ്രവാസി എന്നൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന അദ്ദേഹത്തെയാണ്, മറക്കാൻ കഴിയില്ല അത്. ഇപ്പോൾ ഒരു പ്രവാസി എന്ന് പറയുന്നത് ആളുകൾ നാട്ടിൽ നിന്ന് കാണുമ്പോൾ എന്ന് വെച്ചാൽ നാട്ടിലേക്ക് കുറേ സാധനങ്ങളുമായിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ എടുത്തു കൊടുക്കുന്ന ഒരാളെന്നാണ് പ്രവാസി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കുള്ളൂ അതിൻ്റെ ഒരു പ്രവാസി എന്ന് പറയുന്നതിൻ്റെ റിയൽ ഫേസ് അറിയുന്നുള്ളൂ. കാരണം ചിലപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കാതെ പോലും ആയിരിക്കും അവർ നാട്ടിലേക്ക് അയക്കുന്ന പൈസ. പക്ഷേ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാലും അവർക്ക് തികയാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ആളുകളോട് എന്താണ് ഒരു ഇപ്പം ഇത്രയും വർഷം ഇവിടെ നിന്ന് സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത് സുലൈമാൻ? നാട്ടിൽ നിൽക്കുന്ന, ഇപ്പോൾ വിദേശത്ത് ഭർത്താവോ മക്കളോ ഒക്കെയുള്ള, സഹോദരങ്ങളൊക്കെ ഉള്ള ആളുകളുടെ, നാട്ടിലുള്ളവരോടുള്ള എനിക്ക് പറയാനുള്ളത്, ഈ വാട്സപ്പ്, ഇപ്പോൾ ക്യാഷ് ഒന്നും വേണ്ടതില്ലല്ലോ, വാട്സപ്പൊക്കെ ഉള്ള ഒരു കാലത്ത് ഫോണിങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷിക്കുന്ന ഒരുപാട് പ്രവാസികൾ ഇവിടെയുണ്ട്. ഈ എന്നെ വിളിച്ചില്ലല്ലോ, കാലം എത്രയായി, എനിക്കൊന്നും അയച്ചില്ലല്ലോ എന്ന് എല്ലാ കാലത്തും പരാതി പറയുന്നതിനപ്പുറം, മാസാവസാനം അല്ലെങ്കിൽ മാസത്തിൻ്റെ തുടക്കം കുറേ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നതിനപ്പുറം നമുക്ക് പിന്നെ നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജി. കാരണം ആ ഒരു സാധനത്തിൽ നിന്ന് ഈ പ്രവാസിക്ക് എന്തിനേയും തരണം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്.
ഇപ്പോൾ എത്രയോ ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ ഉപ്പ എവിടെയാണ് നാട്ടിൽ ചില പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പറയുന്നത് വെച്ചാൽ ഉപ്പ എക്സ്പ്രസ് ചെയ്യുന്നില്ല, സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഉപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾ മാത്രമാണ്. ഉപ്പ ഒരിക്കലും സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ആ ഒരു മാസത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു മാസം വരുന്ന ഒരാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ? അതൊരിക്കലും അയാൾക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലോ, അത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ചില ആ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. അപ്പോൾ സുലൈമാനിക്ക് അതിലൂടെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും ആ സിറ്റുവേഷനിലൂടെ. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഷെയർ ചെയ്യാൻ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ, കാരണം നമ്മൾ പിന്നെ 2 വർഷം ആണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പ്രവാസികൾ നാട്ടിൽ പോകുന്നത് ഒരു 20 മാസം ഇവിടെ പണിയെടുത്തിട്ട് അവസാനത്തെ 2 മാസം അതിലൊരു 45-50 ദിവസത്തെ ലീവിലായിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. ഈ നാട്ടിൽ പോകുമ്പം തന്നെ ഇദ്ദേഹത്തിന് കുറേ ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടാവും. അതിന് ഡോക്ടറെ കാണണം, സുഹൃത്തുക്കളെ കാണണം, അങ്ങനെയൊക്കെയുള്ള പല ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 മാസത്തോളം ഉമ്മയോടൊപ്പം അല്ലെങ്കിൽ മാതാവിനോടൊപ്പം ചിലവഴിച്ചവരാണ്. അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉമ്മയുടെ കെയർ കിട്ടിയ കുട്ടികളായിരിക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളവിടെ ഇറങ്ങുമ്പോൾ, ഞാനെന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ പ്രവാസികളാണ്, നമ്മളവിടെ ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനൊരു നമ്മളൊരിക്കലും പരിധി കൽപ്പിച്ചിട്ടില്ല. പക്ഷെ കുട്ടികൾക്ക് അത് തോന്നാം, ഉമ്മ തരുന്ന അത്രയും സ്നേഹം വാപ്പ തരുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെന്ന് മാത്രമേ പറയാനുള്ളൂ. ചിലപ്പോൾ ഉമ്മ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹത്തോടു കൂടിയായിരിക്കും വാപ്പ കൊടുക്കുന്ന ആ ഒരു ചെറിയ ആലിംഗനം ഇന്ന് ചേർത്ത് പിടിക്കുന്നത്. എന്നും ഉമ്മ പിടിക്കുന്നതിനപ്പുറം വാപ്പ പിടിക്കുന്ന പിടുത്തത്തിന് ഒരുപാട് കാലത്തെ പഴക്കവും ആ ഒരു കാഠിന്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള പ്രവാസികൾ എല്ലാ തിരക്കും ഒഴിഞ്ഞ് രാത്രി ബെഡിലേക്ക് വരുമ്പോഴാണ് കുടുംബത്തിൻ്റെ ഫോട്ടോ കണ്ട് ചിലപ്പോഴൊക്കെ ചങ്ക് പൊട്ടിപ്പോകും. കാരണം ഈ കിടപ്പിൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് പോലും തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സ്നേഹമുണ്ട് പിതാക്കൾക്ക് പ്രത്യേകിച്ച് പ്രവാസികളായ വാപ്പമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പാരൻറ്റിന് ഒക്കെ സ്നേഹമുണ്ട്. പക്ഷെ അത് നാട്ടിൽ കിട്ടുന്നതിനോട് താരതമ്യം ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവും. അതൊരിക്കലും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലോ അല്ലേ? കാരണം എക്സ്പ്രസ് ചെയ്യാൻ ഓരോരുത്തരും എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആവുന്നതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. സുലൈമാൻക്ക് ഈ ഒരു മാധ്യമപ്രവർത്തന ഉപരിയായിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തനം കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന അവിടെയാണ്, സുലൈമാൻ എന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്ന അവിടെയാണ്. അപ്പം അതിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടോ? കാരണം ഒരുപാട് ക്യാമ്പിലുള്ള ആൾക്കാർ സന്ദർശിക്കുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങൾ പലരും സിനിമ കണ്ടും ഒക്കെ ചെയ്ത് ഇങ്ങനെ തീർക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് എന്തോ എന്നെ പഠിപ്പിച്ച രീതിയായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ഒറ്റപ്പെട്ട ആളുകളെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാറുണ്ട്. അത് പലപ്പോഴും പിന്നെ ലേബർ ക്യാമ്പുകളാകാം. ഏറ്റവും പ്രധാനം എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഈ മരുഭൂമികളിൽ ഒറ്റപ്പെട്ടു പോയ ആട്ടിടയന്മാരുണ്ട്. അതുപോലെ തന്നെ അവിടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. മലയാളികൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് സുഡാനികളും ആഫ്രിക്കൻസും ഒക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. മലയാളികളും തമിഴരും ഒക്കെ ഉള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അതിങ്ങനെ സന്ദർശിക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട. അത് എന്തുകൊണ്ട് സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഴിവ് സമയമാണ്. മറ്റൊന്ന്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി വന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖ ഉറക്കം ഉണ്ടല്ലോ. അതായത് നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഈ കിടപ്പിൽ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു വെച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് എന്നോട് ചില ബാധ്യതകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതിൽ മറക്കാനാകാത്തത് എന്ന് വെച്ചാൽ ഞാൻ 5 വർഷം മുമ്പ് ഈ ബ്ലാങ്കറ്റ് വിതരണം തുടങ്ങി വെച്ചത് ഞാനാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ മരുഭൂമിയിൽ ഒരു തവണ ഞാൻ മക്കയിൽ പോയി തിരിച്ചു വരുമ്പോൾ വളരെ ദൂരെ മരുഭൂമിയിൽ, അതായത് അറിയാമല്ലോ മക്കയിലേക്ക് പോയി വരുമ്പോൾ മരുഭൂമിയാണ് ഇരുവശങ്ങളിൽ. അപ്പോൾ ആ സ്ഥലത്തൂടി വരുമ്പോൾ ഒരാളിങ്ങനെ കുറേ ആടുകളെ മേച്ച് പോകുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. എനിക്ക് വണ്ടിക്കകത്ത് പോലും ഇരിക്കാൻ പറ്റാത്തത്ര തണുപ്പുള്ള ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതിൻ്റെ ഭാഗത്ത് വണ്ടി നിർത്തിയിരുന്നു. അദ്ദേഹത്തെ ഹോൺ അടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആടുകളുമായിട്ട് വന്നു. അടുത്ത് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് കാലിൻ്റെ മുട്ടിന് മേൽഭാഗം വരെ ഈ അരി വാങ്ങുന്ന ചാക്കുണ്ടല്ലോ, ചാക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് അതിലിങ്ങനെ ഒരു കയറ് കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചും പറഞ്ഞു, തണുപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഞാൻ അന്നൊരു തീരുമാനം, അതായത് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തു. അടുത്ത തണുപ്പ് കാലം മുതൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഇത്തരക്കാർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അവിടെ നിന്ന് ഈ ബ്ലാങ്കറ്റുകൾ കളക്ട് ചെയ്തുകൊണ്ട് സന്മനസ്സിൽ ഒരുപാട്, എൻ്റെതല്ല, സന്മനസ്സായിട്ടുള്ള പലരെയും കാണുകയും സമീപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ തന്ന സഹായത്തിൽ ആളുകൾക്ക് കഴിഞ്ഞ 5 വർഷമായി ബ്ലാങ്കറ്റുകൾ വിതരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് ഭയങ്കര സന്തോഷം നൽകുന്ന, ജീവിതത്തിൽ ഞാൻ മരിച്ചു പോയാലും ഇത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതാണ്. ഇതിൽ എനിക്ക് സന്തോഷം നൽകുന്നത് 4 വർഷം ഞാൻ ചെയ്തെങ്കിൽ
കഴിഞ്ഞ വർഷം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട, ഞാൻ സൗഹൃദത്തിന് അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന ആളാണ്, എൻ്റെ സൗഹൃദങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കണ്ടിന്യൂ ചെയ്തു എന്ന് നാട്ടിൽ നിന്നുകൊണ്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്കിവിടെ ഇപ്പോൾ അതൊന്നും കൂടെ വിപുലീകരിച്ചൊരു 10-36 തുടങ്ങിയത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ വർഷം, ഈ ലാസ്റ്റ് വർഷം നിർത്തുമ്പോൾ 37 പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് റിയാദിൻ്റെ വിവിധ പ്രവിശ്യകളിൽ പിന്നെ 200-250ഓളം ആളുകൾക്ക്, ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക്, ഒറ്റപ്പെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങി ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കലല്ല, അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയ സംഘമായി മരുഭൂമിയിൽ നന്മ തേടി എന്നൊരു പേര്, ഒരു ഗ്രൂപ്പൊക്കെ, ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ സന്തോഷം ഉണ്ടല്ലോ അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷം ഉണ്ടല്ലോ. എനിക്ക് അത് തന്നെയായിരിക്കും കൂടെ അത്രയും ആൾക്കാർ എന്ത് നേടി എന്ന് ആരെങ്കിലും ചോദിക്കും. സാധാരണ പ്രവാസികളോട് ചോദിക്കുന്ന മനോഹരമായ ചോദ്യമാണ്. കഴിഞ്ഞ 10-35 കൊല്ലം സൗദിയിലായിരുന്നില്ല, അല്ലെങ്കിൽ പ്രവാസി എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കുറെ സൗഹൃദങ്ങളും ഒപ്പം കുറെ നന്മകളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അതിലുപരി എന്താ വേണ്ടല്ലേ, പിന്നെ നമ്മളൊക്കെ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് മാത്രമല്ല, വേറൊന്നുമില്ല. ഇപ്പം ഈ ഒരു ബ്ലാങ്കറ്റ് കൊടുക്കാൻ പോയപ്പം വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ ഇങ്ങനെ? കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ മലയാളികൾ മാത്രമല്ല പല രാജ്യക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. ബ്ലാങ്കറ്റ് കൊടുക്കാൻ പോയതിൽ എന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഓരോ തണുപ്പ് കാലത്തും അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്ന, നമ്മൾ അതിലേക്ക് എടുത്ത് ഇറക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് തുമാമ എന്ന് പറയുന്ന, റിയാദിൽ നിന്ന് മക്കാ റോഡിലെ തുമാമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പോയി ബ്ലാങ്കറ്റുകൾ ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ മരുഭൂമിക്കുള്ളിൽ വെച്ച് ഒരു സുഡാനിയായ ഒരു സുഡാൻ സ്വദേശിയെ കാണുകയും അദ്ദേഹത്തിന് ബ്ലാങ്കറ്റ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വേറെ ആരെങ്കിലും ഈ പരിസരത്തുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നമുക്ക് കാണാൻ കഴിയില്ല, അത്ര വിശാലമായ മരുഭൂമിയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അടുത്തായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ കയ്യിലൊരു ബ്ലാങ്കറ്റും എടുത്ത് അദ്ദേഹത്തിനുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, ഞങ്ങൾ ഈ ബ്ലാങ്കറ്റിനോടൊപ്പം കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാറുണ്ട്, അതുമൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ ഒരു കാലില്ലാത്ത കട്ടിൽ, മീൻസ് കാലൊടിഞ്ഞു പോയൊരു കട്ടിൽ ഒരാളിങ്ങനെ കിടക്കുന്ന കണ്ടു. അദ്ദേഹം നല്ല ഉറക്കമാണ്, ശക്തമായ കാറ്റുള്ള സമയമാണ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങളൊക്കെ ബ്ലാങ്കറ്റൊക്കെ മീൻസ് ജാക്കറ്റൊക്കെ ഇട്ട് തൊപ്പിയും കയ്യിൽ ഗ്ലൗസും ഒക്കെ ഇട്ടാണ് നല്ല കട്ടിയുള്ള വസ്ത്രം ഇട്ട് പോകുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിടപ്പ് വല്ലാതെ വേദനിപ്പിച്ചു. കാരണം കുറേ ചാക്കുകൾ, നമ്മൾ ഈ പിന്നെ മൃഗങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം കൊണ്ടുപോകുന്ന ചാക്ക് പുതച്ച് അദ്ദേഹം ഉറങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ തട്ടി വിളിച്ചു, കാലിലിങ്ങനെ തട്ടിയിട്ട് വിളിച്ചു. അദ്ദേഹം എണീറ്റ് ഞാനിങ്ങനെ ബ്ലാങ്കറ്റ് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ബ്ലാങ്കറ്റ് അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുമ്പോൾ അദ്ദേഹം ബ്ലാങ്കറ്റ് വാങ്ങി നിലത്ത് വെച്ചിട്ട് എന്നെ മെയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ ഞങ്ങളെ മെയിൻ ചെയ്യാതെ അദ്ദേഹം ഓടി പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി അദ്ദേഹം കരയുന്നത് കണ്ടു. സത്യത്തിൽ അത് എന്തിനാണ് കരയുന്നതെന്ന് പിന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, തലേ ദിവസം രാത്രി ശക്തമായ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ ഈ പുറത്ത് വന്ന് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണേ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടില്ല നിങ്ങൾ ഇത്രയും കിലോമീറ്റർ താണ്ടി കാണാൻ വന്നത് എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ ബ്ലാങ്കറ്റ് വിതരണം നിലച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് അത്തരക്കാരെ കണ്ടപ്പോഴാണ്. ഈ മാധ്യമ രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരിക്കലും രേഖപ്പെടുത്താൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു നെയിമിൻ്റെ അണ്ടറിലോ ബ്രാൻഡിൻ്റെ അണ്ടറിലോ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ അത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു കാലത്ത് ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തും. ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറയുന്നത്. എനിക്ക് വാർത്താ പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് തോന്നുന്നത് അത് ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഞാൻ റിപ്പോർട്ട് ചെയ്യും. എനിക്ക് എൻ്റെ കൈ ചലിക്കുന്നിടത്തോളം കാലം, എൻ്റെ ചിന്തകളിൽ നിന്ന് അത് എഴുതിയെടുക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആ ചെയ്ത സാധനം ബ്രാൻഡിൻ്റെ ലിസ്റ്റിൽ പെടുന്നതാണോ എന്ന് എന്നെ സംബന്ധിച്ച് വിഷയമുള്ളതല്ല. അത് വാർത്താ പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അത് പ്രസിദ്ധീകരിക്കുന്നതും പ്രസിദ്ധീകരിക്കാത്തതുമൊക്കെ അവരുടെ ഇഷ്ടം പോലെ. പക്ഷേ അങ്ങനെ അവരുടെ ഒരു പാനലിൽ നിന്നുകൊണ്ട് എഴുതാൻ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല. കാണുന്നത് ഞാൻ എഴുതും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. നമുക്ക് ചില സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ അറ്റുവന്ന ചില നിമിഷങ്ങൾ വരും. അപ്പം ഇപ്പോൾ ഈയിടെയായിട്ട് സുഖമില്ലാണ്ടായി ചെറുതായിട്ട്, അപ്പം അതിൽ നിന്ന് മാഷാ അല്ലാഹ് തിരിച്ച് ഒരു കനൽ ഇങ്ങനെ നമ്മൾ ഇതാക്കുന്നു പറഞ്ഞ പോലെ തന്നെ തിരിച്ച് അതിലേറെ ശക്തിയോടെ തിരിച്ചു വന്നു. അപ്പം ഒരു ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഇതിൽ കടന്നുപോയൊരു മനുഷ്യൻ എന്ന രീതിയിൽ എന്താണ്, കാരണം ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ഇന്ന് ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും ജീവിതം അടുത്തു എന്ന് പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവാസ ലോകത്ത് അതിപ്പോൾ ഒരു സ്ഥിരം വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പിന്നെ നമുക്കെല്ലാം തരണം ചെയ്യാൻ പറ്റും. മരണം ഒഴികെയുള്ള മറ്റെന്ത് വിഷയത്തെയും നമുക്ക് ഈസിയായി തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ
ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മൾ എന്താണ് കൊടുക്കുക? സമ്മാനങ്ങൾ കൊടുക്കും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുടെ വലിപ്പത്തിനനുസരിച്ച് സമ്മാനങ്ങളുടെ വലിപ്പം കൂടും, എണ്ണം കൂടും. അപ്പോൾ പടച്ചോൻ നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സമ്മാനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആ സമ്മാനങ്ങളെ സ്നേഹപൂർവ്വം കൈപ്പറ്റുക, സ്വീകരിക്കുക, എന്നിട്ട് അതിനെ തരണം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു നല്ലൊരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാ രോഗങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും വളരെ ഈസിയായി തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ എന്നെ ഉത്തേജിപ്പിക്കുന്ന, എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന, പലപ്പോഴും ഈ വീഴ്ചകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തളർച്ചയിൽ നിന്ന്, തകർച്ചയിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് ചില ഖുർആനിക ആയത്തുകളാണ്. നമ്മൾ ഈ സാധനം പറയാറില്ലേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. എല്ലാ വഴികളും അടയുമ്പോഴും നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പറയും, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, പടച്ചോൻ പറഞ്ഞതല്ലേ. അപ്പോൾ കാരുണ്യത്തിൽ പ്രതീക്ഷ അറ്റുപോകാതിരുന്നാൽ തിരിച്ചു വരാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, ഈ ഹിറാ ഗുഹയിൽ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വരുന്ന ഒരു ആയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഭയപ്പെടേണ്ട, അള്ളാഹു കൂടെയുണ്ട്, അല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നാണ് പറയുന്നത്. ഭയപ്പെടരുത്, അള്ളാഹു കൂടെയുണ്ട്. അത് അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാനും ഇറങ്ങിയതാണെങ്കിൽ അവിടെ വെച്ച് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോഴും അത് വായിക്കുമ്പോൾ രോഗിയായി കിടക്കുന്ന സമയത്ത് ആ ആയത്ത് നമ്മളെങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കണം. ലാ തഖ്നതു, നീ ഭയപ്പെടേണ്ടതില്ല, കാരണം പടച്ചോൻ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും, അത് ഏത് തരത്തിലുള്ള വിശ്വാസമാകട്ടെ, അത് ഏത് മതത്തിലെ വിശ്വാസമാകട്ടെ, ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാം. അതിന് ആത്മഹത്യ ചെയ്യൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒളിച്ചോട്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ മോശം പ്രവൃത്തിയായിട്ടാണ് എവിടെ ആയാലും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് വന്നിട്ട് അതൊരു കൃത്യമായൊരു ഒളിച്ചോട്ടം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തരണം ചെയ്യുക, ഏതിനെയും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാതലായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈസിയായിട്ട് അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയവും കടന്നു പോകുമല്ലോ, വേറൊരു സമയത്തിലേക്ക് വരൂലേ? തീർച്ചയായിട്ടും ഒന്നും ശാശ്വതമല്ല. ഒരു കാലവും എല്ലാ കാലത്തേക്കും ഉള്ളതല്ലല്ലോ, അല്ലേ? തീർച്ചയായും മാറി വരും. ഈ കാലവും കടന്നു പോകുന്ന പറയുന്നത് പോലെ ഋതുക്കൾ മാറി വരുന്നില്ലേ, അല്ലേ? സീസൺസ് മാറുന്നത് പോലെ നമ്മളും ഈ നമ്മുടെ ഈ പ്രയാസങ്ങളും ഒക്കെ മാറി നമ്മളും ഒക്കെ പൂത്ത്, അല്ലേ? പിന്നെ എന്താ പറയാ, പരിമളം പരത്തുന്ന തളർത്ത് പരിമളം പരത്തുന്ന ഒരു സാഹചര്യം വരുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്നാലും നമുക്ക് അതിലേക്ക് എത്തിപ്പറ്റാം എന്നുള്ളതാണ്. അതാണ് എനിക്ക് പ്രവാസികളോട് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ നിസ്സാര സംഭവങ്ങൾ വരുമ്പോൾ തന്നെ തളർന്ന് തരിപ്പണമായി പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ സൗഹൃദങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോഴും ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്താൽ മനസ്സിലാവും സുലൈമാൻ വിഴിഞ്ഞം എന്ന വ്യക്തി റിയാദിലെ മലയാളികളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ഒരു അക്വൈൻറ്റൻസ് എന്നതിൽ ഉപരി ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. എന്താണ് അങ്ങനെ അതിനെപ്പറ്റി പറയാനുള്ളത്? എൻ്റെ കുട്ടിക്കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതലുള്ള എല്ലാ സുഹൃത്തുക്കളുമായി നിരന്തര ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. സൗഹൃദത്തിന് ഞാൻ അത്രയേറെ വില കൽപ്പിക്കുന്ന ഒരാളാണ്. ഈ അത്രയേറെയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരാളും എൻ്റെ സൗഹൃദത്തിൽ വന്നുപോയ ഒരാളും അതിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ എൻ്റെ ഇല്ലായ്മകൾ, ഇപ്പോൾ വളരെ ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരാളൊരു ആവശ്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടെന്നെങ്കിലും കളക്ട് ചെയ്തുകൊണ്ട് അതിങ്ങനെ അവരെ സഹായിക്കുന്നതൊക്കെ കൊണ്ടും, പിന്നെ ആളുകളെയൊക്കെ പിന്നെ നിരന്തരമായി മൊബൈലിലൂടെ ബന്ധപ്പെടുകയും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും, ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടെന്ന് മണത്തറിഞ്ഞാൽ, അവർ പറയണമെന്നില്ല, മണത്തറിഞ്ഞാൽ അവിടെ ഓടിയെത്തുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം സൗഹൃദങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നത്. ഒരുപാട് പേരുണ്ട്, ആയിരക്കണക്കിന് സൗഹൃദങ്ങളുണ്ട്. അതിനും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം. തീർച്ചയായും. അപ്പം ഈ ഒരു സൗഹൃദത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ എനിക്കൊന്ന് പ്രവാസം എന്ന നിലയ്ക്ക് ഇവിടെ ഒരുപാട് പേര് ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു റൂമുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ സൂസൈഡിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ആൾക്കാർ സൂസൈഡുള്ള ഒരു കാരണം ചിലപ്പോൾ അവർക്ക് തുറന്നു പറയാൻ ഒരു വ്യക്തി ഇല്ല എന്നൊരു കാരണമായിരിക്കും. കാരണം ഇന്ന് നമ്മളെല്ലാവരും സ്വന്തം മൊബൈലുകളിലായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അങ്ങനെ ആയിട്ടുണ്ടല്ലോ. ഇപ്പം സ്വന്തമായിട്ടുള്ളൊരു ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അതിനെയൊക്കെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കാൻ തുറന്നു പറയാൻ ആളുണ്ടെങ്കിൽ പലരും ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നേനെ. തീർച്ചയായും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഈ സൗഹൃദങ്ങളുള്ളവരാരും ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് വാർത്തകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആരോഗ്യപരമായ പ്രയാസങ്ങൾ കൊണ്ട് പലരും മരണപ്പെടാം. പക്ഷേ ഈ സുഹൃത്തുക്കൾ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്തവർ എനിക്ക് തോന്നുന്നു ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
കാരണം ഈ ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ആൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാൻ ആരുമില്ല. കാരണം അദ്ദേഹം ജീവിച്ചത് ഒറ്റപ്പെട്ടിട്ടാണ്. അവർ റൂം ജോലി എന്നതിനപ്പുറം ആളുകളുമായി യാതൊരു തരത്തിലുള്ള ഒരു ബന്ധമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രയാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കടം പറയാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്, ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ജോലി കഴിഞ്ഞപ്പോൾ നമുക്ക് പിടിച്ചമർത്താൻ പറ്റാത്ത ഒരു വലിയ സങ്കടമുണ്ട്. നമ്മൾ ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുകയും അവനോട് ഇത് പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സാന്ത്വനിപ്പിക്കാനെങ്കിലും കഴിയും. ആ ഭാരം കുറയ്ക്കാനും ആ സാന്ത്വനവും അല്ലെങ്കിൽ പോട്ടടോ എന്ന് പറയാനുള്ള ഒരു മനസ്സുള്ള ഒരു സുഹൃത്താണെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രശ്നം അവിടെ തന്നെ സോൾവ് ആക്കി മാറ്റാൻ കഴിയും. അങ്ങനെ വരാതെ വരുമ്പോഴാണ് പിരിമുറുക്കങ്ങൾ അധികമാവുകയും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ വരികയും ഒരു കയറിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് സൗഹൃദങ്ങളെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് കുറേ കാലം കൂടി ജീവിക്കാൻ, സ്ട്രെസ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയപ്പോൾ, ഇപ്പോൾ ഈ ഒരു അസുഖത്തിലൂടെ കടന്നു പോയപ്പോൾ മുന്നിലൊരു വെളിച്ചം ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും. എന്തായിരുന്നു അത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു? കാരണം പലർക്കും ഇമോഷണലി ഡ്രെയിൻ ആവുന്ന സിറ്റുവേഷൻ ആണല്ലോ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് പലർക്കും. ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിൽ എൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ രോഗത്തിൻ്റെ പ്രയാസത്തിൽ നാട്ടിൽ കൂടിയപ്പോൾ സ്വാഭാവികമായും ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ അടഞ്ഞു. പിന്നെ നിലവിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സാധ്യതകളൊക്കെ അടഞ്ഞു പോകുന്ന ഒരവസരത്തിൽ എന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ശക്തി എന്തെന്ന് വെച്ചാൽ എൻ്റെ സൗഹൃദങ്ങളാണ്. അത് ഞാൻ എവിടെയും പറയും. കാരണം നമ്മൾ വലിയ പ്രയാസത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിൻ്റെ വോയിസ് വരും, എടാ മുത്തേ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, എടാ ചങ്കേ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കിലോമീറ്ററുകൾ 3000-4000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്നെ പ്രതീക്ഷിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയോ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ആ വേദനകളിൽ നിന്നൊക്കെ കരകയറും. അതുകൊണ്ട് സൗഹൃദങ്ങളാണ് ഒരാൾ തിരിച്ചു വരുന്നെങ്കിൽ അതിന് പിന്നിൽ സൗഹൃദം, ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആർക്കും തിരിച്ചു വരാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒരു നല്ലൊരു അനുഭവം എന്തായിരിക്കും? ഓർക്കുമ്പോൾ സന്തോഷം തരുന്ന ഒരു അനുഭവം? സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സന്തോഷങ്ങൾക്കപ്പുറം എനിക്ക് സങ്കടങ്ങൾ തന്നതാണ്. കാരണം ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. എന്നെ ജീവിതത്തിൽ വളരെ വേദനിപ്പിച്ച ഒരു സംഭവം, ഞാൻ ഒരിക്കൽ ഷിഫ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആവശ്യമായിട്ട് പോയി. അപ്പോൾ അവിടെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിനകത്ത് കാറിൻ്റെയൊക്കെ ഈ മെക്കാനിക്കൽ സൈഡൊക്കെ ചെയ്യുന്ന, ഒപ്പം ഈ വെൽഡിംഗ് പണികളൊക്കെ ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടൊരു ആവശ്യമായിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ മൂലയ്ക്ക് ഒരാളിരുന്ന് കരയുന്നത് ഞാനിങ്ങനെ കണ്ടു. വല്ലാതെ അദ്ദേഹം കരയുന്നുണ്ട്. പിന്നെ എന്നിട്ടും അദ്ദേഹം പണി ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കരയുകയും ചെയ്യുന്നുണ്ട്, പണിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ സമയം നോക്കി നിന്നിട്ട് ഞാൻ അവിടെയുള്ള ഒരു മലയാളിയോട് ചോദിച്ചു, എന്തിനാണ് അദ്ദേഹം കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ആകെ ഒരു മകളാണുള്ളത്. ഇന്ന് മകളുടെ വിവാഹം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ അദ്ദേഹം കരയുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പോകാത്ത എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മാസങ്ങളായി എൻ്റെ ഇക്കാമ കഴിഞ്ഞിട്ട്, ഇക്കാമ പുതുക്കി കിട്ടിയിരുന്നെങ്കിൽ പോകാമായിരുന്നു. അപ്പോൾ അത് പോകാൻ പറ്റിയില്ല. ഇന്നലെ വിചാരിച്ചു ഇന്ന് പോകാൻ പറ്റുമെന്ന്, ഇന്ന് രാവിലെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ആദ്യമായി കാണുന്നതാണ്. പക്ഷേ അദ്ദേഹം എന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞപ്പോൾ കുറച്ച് നേരം അദ്ദേഹം എൻ്റെ ഷോൾഡറിൽ തന്നെ ഇങ്ങനെ നിന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ആശ്വാസമാകണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ കുറച്ച് നേരം അദ്ദേഹത്തോടൊപ്പം നിന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ സങ്കടപ്പെടുത്തുന്ന ഒക്കെയാണ്. കൂടുതലും സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ്. സന്തോഷപ്പെടുത്തുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സന്തോഷപ്പെടുത്തുന്ന ചില ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ വാർത്ത ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയും, ഓ നിങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളെ വാർത്ത പുറത്തു വന്നു, പലരും അറിയാതെ കിടന്നതാണ്, നിങ്ങൾ ആ വാർത്ത ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എന്നെ കണ്ടു അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. സന്തോഷം. ഈ മാധ്യമപ്രവർത്തനത്തിനുപരിയായിട്ട് ഇപ്പം പുറത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസിന് അവതാരകനായിട്ട് കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണോ അവതരണം ചെയ്യുന്നത്? അവതാരകനായി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ഇപ്പോൾ സ്റ്റേജിൽ കയറാൻ ആഗ്രഹിക്കാത്തവർ, പ്രത്യേകിച്ച് ഈ സാമൂഹിക മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്റ്റേജൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ചില പരിപാടികളിലൊക്കെ അവതാരകനായിട്ട് സുഹൃത്തുക്കളുടെ സംഘടനകളായിരിക്കും. എല്ലാ സംഘടനയിലെ ആളുകളുമായി സൗഹൃദ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അവരിങ്ങനെ വിളിക്കും. അപ്പോൾ അങ്ങനെ കയറി മൈക്കെടുക്കുന്നതാണ്. അല്ലാതെ ഒരു പ്രൊഫഷണലി ഞാനൊരു ആങ്കർ അല്ല എന്നുള്ളതാണ്. ചിത്രേശിയുടെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും?
ചിത്ര ചേച്ചിയുമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, ചിത്ര ചേച്ചി പിന്നെ ഈ പങ്കെടുക്കുന്ന പരിപാടിയിൽ ചിത്രവർഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള കുട്ടികൾ വരികയും ചിത്ര ചേച്ചി പാടിയ പാട്ടുകൾ പാടുകയും അതിൽ നിന്ന് 1, 2, 3 സ്ഥാനക്കാരെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പരിപാടി മെയിൻ സ്റ്റേജിന് പുറത്ത് ഒരു ഓപ്പൺ സ്റ്റേജിൽ ഒരു പരിപാടി നടക്കുകയാണെന്ന് ഞാൻ പ്രോഗ്രാം കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അറിഞ്ഞിരുന്നു. പക്ഷേ അതിൽ അവതാരകനായത് തികച്ചും യാദൃച്ഛികമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വൈകുന്നേരത്ത് 6 മണിക്കോ 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. തലേ ദിവസം തന്നെ വിവിധ ഭാഗത്തു നിന്നുള്ള പാരൻസ് കുട്ടികളുമായി, പാട്ട് പാടുന്ന കുട്ടികളുമായി വന്ന് കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് പറഞ്ഞിരുന്ന അവതാരകനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഒരു 4-4:30 മണിക്കാണ് എന്നോട് പറയുന്നത് ആ പരിപാടി രാജ് കലേഷാണ് ഒരു അവതാരകൻ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് പിന്നെ മൈക്ക് എടുക്കേണ്ടി വരികയും ആ പരിപാടി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ മനോഹരമായി അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. അത് ആണ് അങ്ങനെ ഒരു യാദൃച്ഛികമായി കിട്ടിയ ഒരു അവസരത്തിൽ അങ്ങനെ കിട്ടിയാണ്. ഇപ്പം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷമായല്ലോ. അപ്പം ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് സങ്കടത്തിലുള്ളതായിരിക്കാം, സന്തോഷത്തിലുള്ളതായിരിക്കാം. ഇപ്പം ചില ആളുകൾക്ക് എത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ്. കാരണം ഇത് തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ചിലപ്പോൾ. കാരണം ഇത്രയും ആൾക്കാരെ കണ്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണിത്? ഞാൻ ഈ സങ്കടങ്ങളും സന്തോഷവും ഒക്കെ കാണുമ്പോഴും ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ പ്രവാസി ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ആളുകൾ, സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പോവുകയും അവരെ കാണുകയും അവരുടെ ജീവിതം അറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് അതിൻ്റെ എത്രയോ പടി മുകളിലാണ് എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എനിക്ക് സങ്കടങ്ങളില്ല. കിട്ടുന്ന ശമ്പളത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് കിട്ടുന്നതിൻ്റെ 4% പോലും കിട്ടാത്ത ആളുകൾ താഴെയുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ശമ്പളം, ചില ആളുകളെ കാണാൻ പോകുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ മുന്തിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചില ആളുകൾ നടന്ന് കാൽനടയായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സൗഹൃദങ്ങൾക്കൊപ്പം ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം എന്നെ സംബന്ധിച്ചിടത്തോളം VVIP വാഹനമാണ്. അത്തരത്തിൽ ഇങ്ങനെ എല്ലാ മേഖലയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഈ സന്തോഷങ്ങൾ പിന്നെ മറ്റുള്ളവരും അനുഭവിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്. ഇത് തികയണമെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ഏറ്റവും മികച്ചതാണ് എന്ന് തോന്നണമെങ്കിൽ റൂമുകൾ വിട്ടുകൊണ്ട്, മൊബൈൽ ഫോണുകൾ ഓഫാക്കിക്കൊണ്ട് സാധാരണക്കാർക്കിടയിലേക്ക്, മരുഭൂമികളിലേക്ക്, ലേബർ ക്യാമ്പുകളിലേക്ക് ഇടയ്ക്ക് സന്ദർശിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രവാസികൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും 100% പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ ചില സൗഹൃദങ്ങളെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൈപിടിച്ച് നടത്തിക്കുന്നുണ്ട്. അവരുമൊക്കെ ഇപ്പോൾ ഹാപ്പിയാണ്. അതെ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് യു ഇൻ സൗദി പോഡ്കാസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. പിന്നെ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് റിയാദിൽ നിരവധി ആളുകൾ ജീവകാരുണ്യ സേവന രംഗത്ത് ഒരുപാട് ആളുകളുണ്ടെങ്കിലും അതിൽ ഒരാളായി എന്നെ നിങ്ങൾ കൂട്ടാൻ കാണിച്ച ഒരു വലിയ മനസ്സിനെ ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇനിയും ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആളുകൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ ഒരു തരംഗമായി മാറട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.